യേശുവിൽ പ്രിയരെ, നോമ്പുകാലത്തിൻ്റെ പുണ്യദിനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണല്ലോ. യേശുവിനോട് കൂടുതൽ കൂടുതൽ അടുത്ത് വ്യാപരിക്കേണ്ട പീഡാനുഭവ മരണ ഉദ്ധാന രംഗങ്ങളെ ധ്യാനിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും യേശുവുമായി ഒന്നാകുവാനുമുള്ള മനോഹരമായ കാലഘട്ടം. ഈ ദിവസം തിരുസഭ മാതാവ് നമുക്ക് ധ്യാനത്തിനായി നൽകിയിരിക്കുക ഒത്തിരി തവണ നമ്മൾ വായിച്ചിട്ടും ധ്യാനിച്ചിട്ടും അഭിനയിച്ചിട്ടും ഒക്കെയുള്ള മനോഹരമായ ഒരു ഉപമയാണല്ലോ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന സക്കേവൂസ് എന്ന് പറയുന്ന കുള്ളൻ്റെ ജീവിത ചരിത്രം നമുക്കത് കേൾക്കുവാനും വായിക്കുവാനും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഒരു നെഗറ്റീവ് ക്യാരക്ടറാണെങ്കിലും അത് നമ്മളെ കൊണ്ടെത്തിക്കുന്ന വലിയൊരു ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ സന്ദേശവുമായിട്ടാണ്. ചുങ്കം പിരിച്ച് നടന്ന ആ സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യനാണ് സക്കേവൂസ്. എന്നാൽ ആ ഉപമയുടെ അന്ത്യത്തിൽ ദൈവം ഏറ്റവും കൂടുതൽ ചങ്കോട് ചേർത്ത് വെക്കുന്ന ഒരു വ്യക്തിത്വമായി അദ്ദേഹം മാറുകയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രം അത് തന്നെയാണ്. എത്ര വലിയ പാപിയാണെങ്കിലും അനുദപിച്ചാൽ ചങ്കോട് ചേർത്ത് വെക്കുന്ന ഒരു അപ്പന്റെ ചിത്രം ഈ കാലഘട്ടം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണല്ലോ സ്വർഗപിതാവ് തൻ്റെ പ്രിയപ്പെട്ട മക്കൾ മരണത്തോട് മല്ലടിക്കുന്നത് കണ്ടിട്ട് ചങ്ക് പറിച്ച് തൻ്റെ മകനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതും ആ മക്കളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഒരപ്പമാക്കി ഇന്നും ഭൂമിയിൽ തൻ്റെ പ്രിയപ്പെട്ട മകനെ നൽകിയതും അതിനു വേണ്ടിയിട്ടാണ്. അനുദപിക്കുന്നവരോട് ചേർന്നിരിക്കാൻ, ചേർത്ത് പിടിക്കാൻ. ധൂർത്തപുത്രന്റെ ഉപമയൊക്കെ മനോഹരമായി വരച്ചു വെക്കുന്ന ചിത്രം അത് തന്നെയല്ലേ. എത്ര നാൾ കഴിഞ്ഞിട്ടും നീചപാപിയായിരുന്നിട്ടും എല്ലും തോലുമായിട്ടും ചീഞ്ഞു നാറുന്ന ശരീരമായിട്ടും അനുദപിച്ച് തിരിച്ചു വന്നപ്പോൾ ചങ്കോട് ചേർത്ത് വെക്കുന്നതും മേൽത്തരം വിഭവങ്ങൾ കൊണ്ട് അവനെ സ്വന്തമാക്കുന്നതുമായ അപ്പന്റെ ചിത്രം ഇത് തന്നെയാണ് സക്കേവൂസിന്റെ കാര്യത്തിൽ. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് അതുകൊണ്ട് നമുക്ക് ധ്യാനിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് ആത്മീയമായി വളരാനായിട്ട് സാധിക്കുക. അതിനിന്ന് സുവിശേഷത്തിൽ ഏറ്റവും ആദ്യം പറഞ്ഞു വെക്കുകയാണ്, അവന് സക്കേവൂസ് എന്ന് പറയുന്ന പാപിയായി വെറുക്കപ്പെട്ട മനുഷ്യന്, ആ ദൈവ വിചാരം പോലും ഇല്ലാതിരുന്ന മനുഷ്യനിലേക്ക് ആദ്യമായി അവന്റെ ഉദ്ധാനത്തിന്റെ ഒന്നാമത്തെ പടി അവൻ ആഗ്രഹം ജനിച്ചു എന്നുള്ളതാണ്. അവന് ദൈവത്തെ കാണുവാൻ, ഈശോയെ കാണുവാൻ ആഗ്രഹമുണ്ടായി എന്നുള്ളതാണ്. ആത്മീയതയിൽ വളരുവാനായിട്ട് ഒരു മനുഷ്യനുണ്ടാകേണ്ട ഒന്നാമത്തെ പടി എനിക്ക് ആഗ്രഹമുണ്ടാവുക എന്നുള്ളതാണ്. ഈ ആഗ്രഹം ജനിക്കണമെങ്കിൽ എൻ്റെ കുറവുകളെ ഞാൻ മനസ്സിലാക്കണം, എൻ്റെ യേശുവിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കണം. അപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാകുക. അല്ലെ, നമുക്കൊരു ഭക്ഷണ പദാർത്ഥത്തോട് ആഗ്രഹം ഉണ്ടാകുന്നത് ആ ഭക്ഷണത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ്. അത് നല്ലതാണെന്ന് ഒരുപക്ഷെ പറഞ്ഞു കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അതാരെങ്കിലും കഴിച്ചതിന് ശേഷം ഇത് കഴിക്കണം, ഇത് നിന്റെ ശരീരത്തിന്, നിന്റെ മനസ്സിന് സന്തോഷം നൽകുന്നതാണ് എന്ന് പറഞ്ഞു കേൾക്കുമ്പോഴാണ്. അങ്ങനെ ഒന്നാമതായിട്ട് അവൻ യേശുവിനെ മനസ്സിലാക്കി, അവനെ തന്നെ മനസ്സിലാക്കി. എനിക്കൊരു കുറവുണ്ട്, എനിക്കൊരു പോരായ്മയുണ്ട്. ആ പോരായ്മകളിൽ നിന്നും അവൻ ആഗ്രഹം ജനിച്ചു, എൻ്റെ യേശുവിനെ എനിക്ക് കാണണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമുക്കുണ്ടാകേണ്ടത് ഒന്നാമത്തെ ആഗ്രഹം. ഒരു നോമ്പെടുക്കണമെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാകണം. പള്ളിയിൽ പോകണമെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാകണം. നമ്മൾ ആഗ്രഹമുള്ളിടത്ത് നമ്മൾ പോകാറുണ്ടല്ലോ. അതുപോലെ ഒരു ആഗ്രഹം ജനിക്കട്ടെ, ആത്മീയതയുടെ ഒരു ആഗ്രഹം. രണ്ടാമത്തെ പടി, ഈ ആഗ്രഹത്തെ നേടുവാൻ വേണ്ടി എന്ത് പ്രതിസന്ധിയും തരണം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് സക്കേവൂസ്. ഇന്ന് വരെ ഒരു മരത്തിലും അവന് കയറേണ്ടി വന്നിട്ടില്ല. കാരണം അവൻ പണം കൈകൊണ്ട് കളിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ഒരു മരത്തിന്റെ മുകളിലും കയറി ഒന്നും നേടേണ്ട ആവശ്യം അവനുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മരം കയറി അവന് പരിചയമുണ്ടോ എന്ന് അറിയത്തില്ല. അവൻ എവിടെ ഓടേണ്ട ആവശ്യം വന്നിട്ടില്ല. എല്ലാം അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രമേൽ സ്ഥാനമുണ്ടായിരുന്ന മനുഷ്യൻ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ ഓടി ഒരു മരത്തിന്റെ മുകളിൽ കയറണമെങ്കിൽ അവൻ്റെ ഒരു പരിശ്രമത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് നാണം കെടുക എന്നുള്ളതാണ്. ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ ഈ മനുഷ്യൻ ഓടുമ്പോൾ എത്രമാത്രം അവൻ നാണം കെട്ടിട്ടുണ്ടാകും. ഇന്ന് വരെ ഒരു മനുഷ്യന്റെ ഇടയിലൂടെയും ഓടേണ്ട ഗതികേടില്ലാത്ത ഈ മനുഷ്യൻ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ ഓടുന്നത് കണ്ടിട്ട് നാണം കെട്ടിട്ടുണ്ടാകാം. ആ മരത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറുമ്പോൾ അവന്റെ ശരീരത്തിലെ തൊലി ഒരുപക്ഷെ പോയിട്ടുണ്ടാകാം, വസ്ത്രം കീറിയിട്ടുണ്ടാകാം. അങ്ങനെ അതിൻ്റെ എല്ലാം മധ്യത്തിലും അവൻ വലിഞ്ഞു കയറി ആ മരത്തിന്റെ ചില്ലകൾക്കിടയിൽ മറഞ്ഞിരുന്നു എന്നതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ,
ആത്മീയതയുടെ രണ്ടാമത്തെ പടി ഈ ഒരു പരിശ്രമം ഉണ്ടാവുക എന്നുള്ളത്. നമുക്കിഷ്ടമുള്ളത് നേടാൻ നമ്മൾ എത്രമാത്രം പരിശ്രമിക്കും, അല്ലേ? നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണാൻ നമ്മൾ എത്ര നേരം ക്യൂ നിന്നിട്ടാണ് ടിക്കറ്റ് എടുക്കുക. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും അത്രമേൽ നമുക്ക് ആഗ്രഹം ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേടാൻ വേണ്ടി എന്തും ചെയ്യും. എത്ര വേണമെങ്കിലും സഹിക്കും, എത്ര വേണമെങ്കിലും ക്ഷമിക്കും, എത്ര വേണമെങ്കിലും ചെറുതാക്കും. കാരണം എനിക്കിഷ്ടമുള്ളതിനെ നേടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമുക്കുണ്ടാകേണ്ട പുണ്യം, എനിക്ക് ഈ ഒരു താല്പര്യത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന പരിശ്രമങ്ങളാണ്. ദേവാലയത്തിൽ പോകാൻ രാവിലെ എല്ലാ ദിവസവും 8 മണിക്ക് എഴുന്നേൽക്കുന്ന ഞാൻ ഈ നോമ്പ് കാലത്ത് കുറച്ചുകൂടെ ആഗ്രഹത്തോടെ ഒരു 5:30 എഴുന്നേറ്റ് നടന്ന് ദേവാലയത്തിൽ പോകുന്ന ചിത്രം അതെത്ര മനോഹരമാണ്. അതിൽ ഞാൻ സമർപ്പിക്കുന്ന ഒരു സമർപ്പണമുണ്ട്. ഇത് നേടിയെടുക്കാൻ വേണ്ടി, വെറുതെ കിട്ടുന്നതല്ലല്ലോ. അതുകൊണ്ട് ഈശോ എനിക്ക് വേണ്ടി അർപ്പിച്ച ബലിയോട് ചേർത്ത് വെക്കുമ്പോൾ എൻ്റെ പരിശ്രമങ്ങളൊന്നുമല്ല. ഒരു ദൈവം ഭൂമിയിലേക്ക് കടന്നു വന്ന് അവൻ തന്നെ നീചമായിട്ട് കൊല ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ അവൻ്റെ ഉള്ള ഏക ചിന്ത എനിക്ക് മക്കളെ നേടണമെന്നതാണ്. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് ഈശോ സൃഷ്ടിച്ച ദൈവമക്കളാണ്. അവരെ നേടാൻ വേണ്ടി സ്വന്തം മറക്കുന്ന ദൈവത്തിന്റെ ചിത്രത്തിന്റെ മുമ്പിൽ, പ്രിയപ്പെട്ടവരെ, എനിക്ക് നോമ്പുകാലത്ത് യേശുവിന്റെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ആത്മീയതയെ വളർത്താൻ ഞാൻ എത്രമാത്രം പരിശ്രമിക്കാറുണ്ട്, എത്രമാത്രം ഞാൻ നാണം കെടാറുണ്ട്, എത്രമാത്രം എൻ്റെ ആരോഗ്യത്തെ സമർപ്പിക്കാറുണ്ട് എന്ന് ചിന്തിക്കണം. അതാണ് സക്കേവൂസിലുണ്ടായ രണ്ടാമത്തെ പുണ്യം. മൂന്നാമത്തെ അവൻ്റെ പുണ്യം, അവൻ യേശു വിളിച്ചപ്പോൾ ഇറങ്ങി വരാൻ തയ്യാറായി എന്നുള്ളതാണ്. ഇറങ്ങി വരാൻ എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെതായ ഇഷ്ടങ്ങളിൽ നിന്നും അവൻ്റെതായ ഉന്നത ഇടങ്ങളിൽ നിന്നും അവൻ്റെതായ ഒളിച്ചു കളികളിൽ നിന്നുമൊക്കെ യേശുവിലേക്ക് അവൻ പരസ്യപ്പെടുത്താനായിട്ട്, എളിമപ്പെടാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ്. അതാണ് ഈ നോമ്പ് കാലത്ത് നമുക്കുണ്ടാകേണ്ട മറ്റൊരു പുണ്യം. നമ്മുടേതായ ബുദ്ധിയുടെ തലങ്ങളിൽ നിന്നും, നമ്മുടേതായ അറിവിൻ്റെ തലങ്ങളിൽ നിന്നും, നമ്മുടെ സൗന്ദര്യബോധങ്ങളുടെ തലങ്ങളിൽ നിന്നും, നമ്മുടെ ആരോഗ്യത്തിൻ്റെ തലങ്ങളിൽ നിന്നും, നമ്മുടെ കൂട്ടുബന്ധങ്ങളുടെ തലങ്ങളിൽ നിന്നും, നമ്മുടെ ഇഷ്ടങ്ങളുടെ മോഹങ്ങളുടെ തലങ്ങളിൽ നിന്നും യേശുവിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള എളിമയുടെ പുണ്യമാണ് സക്കേവൂസ് നമുക്ക് നൽകുന്ന മൂന്നാമത്തെ പാഠം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പുണ്യം നമുക്കുണ്ടാകട്ടെ. എളിമയുടെ പുണ്യം, ഇറങ്ങി വരാനുള്ള, യേശു വിളിക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള, എല്ലാം മാറ്റിവെച്ച് എൻ്റെ അഹന്തയുടെ, ഞാൻ ഇന്ന് വരെ ജീവിച്ചിരുന്ന സുരക്ഷിതത്വങ്ങളുടെ, എൻ്റേതെന്ന് പറയുന്ന ലോകത്തിൽ നിന്നും യേശുവിൻ്റെ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള മനസ്സ് മൂന്നാമത്തെ പടിയാണ്. അടുത്തത്, അവനിങ്ങനെ യേശുവിൻ്റെ കൂടെ നടന്ന് യേശുവിൻ്റെ വീട്ടിലെത്തി. അതുവരെ യേശു ഒന്നും മിണ്ടുന്നില്ല, യേശു ഒന്നും അവനോട് പറയുന്നില്ല. എപ്പോഴാണ് യേശുവിൻ്റെ അധരം തുറന്നത് ഇപ്പോഴാണ്. ഈശോയെ, ഞാൻ വലിയ പാപിയാണ്, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈശോ പറഞ്ഞില്ലേ, അനുതപിക്കുന്ന പാപിയോർത്ത് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം, ഒത്തിരി സന്തോഷം ഉണ്ടാകും. അവൻ എപ്പോൾ നാവ് തുറന്നു, അവൻ്റെ നാവിൻ്റെ കെട്ടുകൾ അഴിഞ്ഞോ, അവൻ്റെ പാപഭാരം മുഴുവൻ യേശുവിന് ഇറക്കി വെച്ചോ, ചെയ്തുപോയ പാപത്തെക്കുറിച്ച് അനുതപിച്ച് അതിനെ പരിഹാരം ചെയ്യാൻ വേണ്ടി അവൻ തയ്യാറായോ, അപ്പോഴാണ് യേശുവിൻ്റെ അധരത്തെ തുറക്കാനായിട്ട് അവന് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്തെ നാലാമത്തെ ആത്മീയതയുടെ പടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ ഇറക്കി വെക്കുക എന്നുള്ളത്. ഒരു കുമ്പസാരം, നല്ല കുമ്പസാരം. അത് വെറുതെ ഒരു കള്ളക്കുമ്പസാരമല്ല, മറിച്ച് ഇന്ന് വരെ ഞാൻ ചെയ്തതെല്ലാം യേശുവിനോട് ഏറ്റുപറയാനുള്ളൊരു മനസ്സുണ്ടാകട്ടെ. ഭവനം അത് നമ്മുടെ ശരീരമാണ്. പൗലോസ് പറയുന്നില്ലേ, നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ശരീരമാണ്, അതുകൊണ്ട് അത് ദേവാലയമാണ്, ദൈവം വസിക്കുന്ന ഭവനമാണ്. അപ്പോൾ ഈശോ ഭവനത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു സിംബോളിക്കാണ്. എൻ്റേതെന്ന് പറയുന്ന ശരീരത്തിൻ്റെ ഭവനത്തിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ തിന്മകൾക്ക് സ്ഥാനമില്ല. ആ തിന്മകളെ ഇറക്കി വെക്കുമ്പോഴാണ് അവിടെ യേശുവിന് ഇടപെടാനായിട്ട് സാധിക്കുക. ഞാനെന്ന് പറയുന്ന എൻ്റെ ശരീരത്തിൻ്റെ ഭവനത്തിലേക്ക് യേശു പ്രവേശിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തിന്മകളെ ഇറക്കി വെക്കാനായിട്ട് പരിഹാരം ചെയ്യാനും തയ്യാറാകുമ്പോൾ യേശുവിൻ്റെ ഇടപെടലുകൾ അവിടെ ഉണ്ടാകും. പിന്നീട് പ്രവർത്തിക്കുന്ന ഈശോയാണ്. അതുകൊണ്ടാണ് ഉടനടി ഈശോ പറഞ്ഞത്, അവസാനത്തെ പടി, ഉന്നതമായ പടി, മോനെ, ഇന്ന് നിന്റെ കുടുംബം, നിന്റെ ഭവനം രക്ഷപ്പെട്ടിരിക്കും. നമുക്ക് ചിന്തിക്കാം, ഈശോ വസിക്കുന്ന കുടുംബം, എൻ്റെ ശരീരമാകുന്ന ഭവനം രക്ഷപ്പെടണമെങ്കിൽ ഈ പടികളിലൂടെ ഞാൻ കടന്നു പോകണം. ഒന്ന്, എനിക്കൊരു ആഗ്രഹം ഉണ്ടാകട്ടെ. ആഗ്രഹം ഉണ്ടാകുമ്പോൾ അത് അറിവിൽ നിന്നാണ്. എന്താണ്? യേശുവിനെക്കുറിച്ചും എന്നെക്കുറിച്ചുമുള്ള അറിവിൽ നിന്നാണ് ഈ ആഗ്രഹം. എനിക്കൊരു കുറവുണ്ട്, അത് പരിഹരിക്കണം, എൻ്റെ യേശു വലിയവനാണ് എന്ന അറിവിൽ നിന്നും ഈ ആഗ്രഹം ജനിക്കട്ടെ. രണ്ടാമതായിട്ട് അവൻ നമുക്ക് കാണിച്ചു തരിക ഒരു പരിശ്രമമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ പരിശ്രമം ഉണ്ടാകട്ടെ, യേശുവിനെ നേടാനുള്ള പരിശ്രമം. മൂന്നാമതായിട്ട് എളിമയാണ്, ഇറങ്ങിച്ചെല്ലാനുള്ള മനസ്സ്. 4,
അത് അവൻ്റെ തന്നെ മനസ്സിൻ്റെ ഭാരങ്ങളെ, പാപങ്ങളെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാനുള്ള അനുതാപത്തിൻ്റെ, കുമ്പസാരത്തിൻ്റെ കൂദാശയിലേക്കുള്ള നടപ്പാണ്. ഒടുവിലായിട്ട് അപ്പോൾ ഈശോ നമ്മളോട് പറയുന്ന സ്വരം ഇതാണ്: മോനെ, നിന്റെ കുടുംബം, നിന്റെ ജീവിതം, നിന്റെ ആത്മാവ് വസിക്കുന്ന ശരീരമാകുന്ന നിന്റെ ഭവനം ഇതാ ഇന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. അനേകം ആളുകളുടെ ജീവചരിത്രമുണ്ട്. ആഴമായൊരു കുമ്പസാരത്തിലൂടെ രക്ഷപ്പെട്ട അനേകം മനുഷ്യരുടെ ചരിത്രത്തിൽ നമുക്ക് ഇടമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ യേശു വസിക്കുന്ന ഭവനമായിട്ട് മാറട്ടെ, രക്ഷ നേടിയ ഭവനമായിട്ട് മാറട്ടെ എൻ്റെ ശരീരവും, ഞാൻ വസിക്കുന്ന എൻ്റെ കുടുംബവും ഒക്കെ. അതുകൊണ്ട് ഈ നോമ്പുകാലം അങ്ങനെയുള്ള പുണ്യങ്ങളിലേക്ക് നടന്നെടുക്കുവാൻ, ആത്മീയതയുടെ ഉന്നതപടിയായ ക്രിസ്തുവിൻ്റെ വചനമാകുന്ന രക്ഷ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.